കോളേജിൽ ക്രിസ്മസ് ആഘോഷവും ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കൊരു പ്രശ്നം വരുന്നൊരു വിഷയമാണത്. കാരണം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമദാനിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട്, അല്ലെ നമ്മൾ റബീഉൽ അവ്വലിന്റെ എന്തെങ്കിലും വെച്ചാൽ അവർ വരുന്നുണ്ട്, നമ്മുടെ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം, വളരെ നല്ല ചോദ്യമാണ്. ഇവിടെ വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞപ്പോ അല്ലെ, ഇപ്പൊ റബീഉൽ അവ്വലിന് നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാർ എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ തരുന്നുണ്ട്. അപ്പൊ ഒരു അമ്പലത്തിന്റെ പൂര നടക്കുമ്പോൾ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കൊടുക്കാക്ക ഇത് തരാൻ പറ്റൂല, അതിന്റെ ഉസ്താദ് പറഞ്ഞെന്ന് പറയാൻ പറ്റൂലല്ലോ. അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ? പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ? പിന്നെ ചങ്ങായി വരേണ്ടി വരും, നിങ്ങൾ ഒന്ന് അകത്തേക്ക് വരും, സ്വകാര്യം പറയണ്ടേ, എന്താണെന്നറിയോ? പിന്നെ പൂരത്തിന് പലരും കൊടുക്കും, ഇതേ നിനക്ക് ചായ കുടിക്കാനാട്ടോ 50 രൂപ കുറിച്ച് ഇതായിക്ക് കൂട്ടുണ്ടാവും. ഓന് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെ സഹായിച്ചത്. എന്നാ പൈസ കൊടുത്തു, എല്ലാവരും 10 രൂപ എടുത്തോളിട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ആളോട്. മതി, ഓല് ഹാപ്പി ആയി പോയി. ഇങ്ങനെ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യണം. ഞാൻ തരൂല, അത് വേണ്ട. നമ്മളോട് അങ്ങനെയല്ല നബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമെന്നാ. നമ്മൾ ഉൻഫിന്റെ ആളുകളല്ല. ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന് പുറത്ത്, ഓലല്ലാത്തവരൊക്കെ മുജാഹിദും ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന് പുറത്ത്, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് റിജിഡ് മെന്റാലിറ്റി ഉള്ള കാലാണ്. മനസ്സും കെട്ട് ഊരിക്കിട്ട് ഇനി അവിടെ ഒന്നും സ്ഥലമല്ല, ആകെ ഇടുങ്ങിക്കണം. അങ്ങനെ ആവരുതെന്നാണ്. അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കാൻ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണസദ്യ നടക്കാണ്, കേക്ക് വേഗം ചെന്നിട്ടൊരു മുട്ടായി വായിക്കിട്ടിട്ട് പോവാ. പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മുട്ടായി, മധുരം ഇങ്ങനെ തിന്നാൻ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഉദാഹരണം പറയാം, ഒരു മുട്ടായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ? നുണ പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞുതരില്ല. നുണ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യം ഒന്നും പറയണ്ട, പിന്നാണ്ട് തിരുവടത്താനേ. അപ്പൊ നമുക്കത് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളതിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്ന്. നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല.